നിൻ തിരുമുൻപിൽ ഞാൻ സത്യമായി എത്തിയേക്കാം, പള്ളി കെട്ടുമായി എത്തിയേക്കാം. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യമാസം വൃശ്ചിക മാസം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടങ്ങിയപ്പോഴേ വെള്ളിയാ? അല്ല, പിന്നെ വെള്ളിയായ ഞാൻ എന്റെ വായിന്ന് വെള്ളിയല്ലാതെ പിന്നെ പിത്തള വരൂല. കോമഡി മാസ്റ്റേഴ്സ് സ്കിറ്റ് പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാം. മറ്റേ സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ, പാട്ട് പരിപാടിയാണെങ്കിൽ എന്നെ ഈ ഫ്ലോറിന്റെ 7 അയലകത്ത് അടുപ്പിക്കുന്നത്. പിള്ളേരൊക്കെ അങ്ങനെ വെള്ളി വീണ് കഴിഞ്ഞാൽ പിള്ളേരെന്നെ ഓട്ടിച്ചിട്ട് ഇടിക്കും. സ്വർണത്തിന് ദിവസവും അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, വില എങ്ങനെ കൂടി പൊക്കോണ്ടിരിക്കുക. ഈ സ്വർണത്തിന് വില കൂടിയാലും ജ്വല്ലറിയിലാളാ, വില കുറഞ്ഞാലും ജ്വല്ലറിയിലാളാ. എന്റെ ഒരു സംശയം ചേച്ചി, ഈ സ്വർണത്തിന് വില കൂടുമ്പോഴാണോ വില കുറയുമ്പോഴാണോ ഈ ആൾക്കാർ ഇങ്ങനെ ഒന്നും തള്ളുന്നത്? അതെ, ഇനി കൂടുമെന്ന് വെച്ചിട്ടാണോ ഇങ്ങനെ മേടിക്കാൻ തള്ളുന്നത്? ഇനി കൂടും എന്നാണ്. അതാണല്ലേ പ്രശ്നം. ഇത് തുടങ്ങിയതിന്റെ അന്നോട്ട്, ഈ ജ്വല്ലറി തുടങ്ങിയതിന്റെ അന്നോട്ട് ഈ കണ്ണാടി കുട്ടി വന്ന് ഇരിക്കുക പ്ലച്ചനെ. ഒരു മനുഷ്യൻ ഈ സ്വർണം മേടിക്കാൻ വരുന്ന ആരെങ്കിലും ഒന്ന് തിരിച്ചോ മറിച്ചോ എങ്കിലും ഒന്ന് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായനെ. നിന്ന് പുഴുക്കുക ചേച്ചി, ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെള്ളിയായി പോയില്ലേ? അല്ല, വെള്ളി കൂടും. നീ മാത്രമല്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുക. ഡയമണ്ടാ ഡയമണ്ടാ, നീ അറിഞ്ഞ സ്വർണത്തിന് വീണ്ടും വില കൂടി? വില കൂടിയായിരുന്നു ഞാൻ അറിഞ്ഞ്. ഇപ്പൊ എന്തോന്ന് വിളിച്ചത്? ഡയമണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മണ്ടാന്ന് വിളിക്കില്ല കേട്ടല്ല. ഒന്നുമില്ല, നിന്നെക്കാളും എനിക്ക് വാല്യൂ ഇല്ലേടാ. എടാ, വാല്യൂ ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡിമാൻഡ് ഇല്ലല്ലോ, ഡിമാൻഡ് മൊത്തം സ്വർണത്തിനാ. ശരിയാണ്, സ്വർണത്തിനാണ് ഡിമാൻഡ്. എന്താ സ്വർണത്തിന് ഡിമാൻഡ് വരാൻ? അതൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, പ്രാചീന കാലം മുതലേ സ്വർണം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ സ്വർണം വെച്ച് പേര് വരെ ഇട്ടിരിക്കുന്നത്. എന്തോന്നാ പേര്? കേട്ടിട്ടില്ല നീ? പൊന്നപ്പൻ പൊന്നമ്മ, തങ്കപ്പൻ തങ്കമ്മ, കനകമ്മ കനകാങ്കി കനകലത, സ്വർണ്ണലത, സ്വർണ്ണമ്മ, സ്വർണ്ണരാജൻ, പിന്നെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. 15 മിനിറ്റേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എഴുതി പഠിച്ചോന്ന് പറഞ്ഞു. വേറെ കാര്യമുണ്ട്, ഈ കല്യാണം കഴിയുമ്പോഴേ ഭർത്താക്കന്മാര് ഭാര്യമാരെ വിളിക്കണമെന്ന് കേട്ടിട്ടുണ്ട്? ഇല്ല. എന്റെ പൊന്നേ അല്ലേ? 1 മാസം കഴിയണം ഈ പൊന്നേന്ന് വിളിച്ച പാവമുള്ള മനുഷ്യൻ ഈ പൊന്നിനെ ഭിത്തി പിടിച്ചോ ചോരക്കണം. ഇത് പൊന്നിന്റെ മാറ്റി നോക്കുന്നതാണോ ഇനി പെണ്ണിനെ മാറ്റാൻ നോക്കുന്നതാണോ എന്ന് കണ്ടറിയണം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ സ്വർണം കാണുന്ന എവിടെയാണ്? ജ്വല്ലറിയില് അല്ല, പിന്നെ എയർപോർട്ടിൽ. ശരിയാണ്. എല്ലാ ദിവസവും പത്രം എടുത്തു നോക്കിയാൽ എയർപോർട്ടിൽ 3 കിലോ സ്വർണം പിടിച്ചു, ഇവിടെ 4 കിലോ സ്വർണം പിടിച്ചു, 5 കിലോ സ്വർണം പിടിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടുന്നത് എയർപോർട്ടിലായ സ്ഥിതിക്ക് ഈ ലോജിക്കിൽ നമുക്ക് എയർപോർട്ടിന്റെ പേര് ജ്വല്ലറി എന്നും ജ്വല്ലറിയുടെ പേര് എയർപോർട്ട് അത് കൊള്ളാം. നെടുമ്പാശ്ശേരി ജ്വല്ലറി, കരിപ്പൂര് ജ്വല്ലറി, കൊളംബോ ജ്വല്ലറി, സിംഗപ്പൂര് ജ്വല്ലറി. ഇത് നല്ല പരിപാടി. നീ വന്നപ്പം തൊട്ട് ജ്വല്ലറി അങ്ങ് തള്ളി കയറുവാണല്ലേ. വേറെ കാര്യമുണ്ട്, ഇവർ എവിടെ നിന്നാണ് കടത്തണത്? എവിടെ നിന്നാണ് കടത്തണത്? എടാ, മുൻവാതിൽ വഴിയല്ലടാ, പിൻവാതിൽ വഴിയാണ് ഇത് കടത്തണത്. അത് ശരിയാണ്. ഇതിങ്ങനെ കടത്താതിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട്. എന്തോന്നാണ്? അതായത് നമ്മൾ സ്വർണ്ണം ഉണ്ടാക്കുമ്പോഴേ കുറച്ച് കാന്താരി മുളകും കുരുമുളകും ചേർത്തങ്ങ് ഉണ്ടാക്കണം. പിന്നെ എങ്ങനെ കടത്തോ നമുക്ക് നോക്കണം. എടാ നീ പറയണാട്ടോ, ഈ കാന്താരി മുളകും കുരുവും കൊണ്ട് അരച്ച് കരിമീൻ മപ്പാസ് അല്ല ഉണ്ടാക്കി വിടണം. സ്വർണ്ണമാണ് സ്വർണം. പിന്നെ ഈ സ്ത്രീകൾക്ക് പൊതുവെ സ്വർണത്തിനോട് ഭയങ്കര ആർത്തിയാണ്. അത് വേറൊന്നും കൊണ്ടല്ല. സ്ത്രീകൾക്ക് സാ എന്ന അക്ഷരത്തിനോട് ഒരു ഭ്രമം ഉണ്ട്. എന്തോന്ന് ഭ്രമം? തെളിവ് തരാം. സാരി, സീരിയൽ, സ്വർണം. ഈ പറഞ്ഞ സ്ത്രീയില്ലേ, അതിലുണ്ട് സാ. ഓ, ഈ സായാണ് ആ സായും കൂടെ കിടന്ന് സായാവണം അല്ലേ? ഒരു രക്ഷയില്ലാത്ത സാ. വേറൊരു കാര്യമുണ്ട്, ഈ വന്നപ്പോ തൊട്ട് ഗോൾഡിന് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ അല്ലേടാ സ്വർണത്തിനൊപ്പം? ഞാൻ എന്തോ പറഞ്ഞു? ഞാനിവിടെ പുഴുത്തിരിക്കും, അറിയാവോ? വേറെ കാര്യമുണ്ട്, ഞാൻ പുകഴ്ത്തിയാലും നീ പുകഴ്ത്തിയാലും കൊള്ളാം, ഇവരെല്ലാരും കാത്തിരിക്കുന്നത് അവളെ കാണാനാണ്. ഗോൾഡി അല്ലേ? വരടാ പറഞ്ഞിട്ട് അവളെ ഇന്ന് അവളുടെ കാലം അല്ലേ? ഏത് പൊന്നിന്റെ സത്താരേ, ഏത് പൊന്ന്, ഏത് പൊന്ന്, ഏത് പൊന്ന്, ഏത് പൊന്ന്. കണ്ടാ, സിൽവർ ഏട്ടാ, ഡയമണ്ട് ഏട്ടാ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത് കുറച്ച് വില കൂടിയപ്പോ സിലുന്ന്. ഈ പോക്ക് പോണെങ്കിലും നമ്മളെ SD എന്ന് വിളിക്കും ചുരുക്കി. അത് പോട്ടെ, ഇന്ന് റെക്കോർഡ് അടിച്ചു.
ആര് തെക്കോട്ട് അടിച്ചെന്ന്? റെക്കോർഡ് അടിച്ചെന്നല്ല, ഇന്ന് എന്റെ വില റെക്കോർഡ് അടിച്ചു. യൂനോ പിന്നെ ഇന്നലെ ആണെങ്കിൽ മോർണിംഗ് ഒരു 1000 rupees കൂടിയായിരുന്നു, ഈവനിങ് ആയപ്പോ ഒരു 500 rupees കൂടിയായിരുന്നു. ടോട്ടൽ ഒരു 1500 rupees കൂടി. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ വില എനിക്ക് പറയാൻ പറ്റുന്നേ ഇല്ല. അതെന്താ? അല്ല, പറഞ്ഞു തീരുമ്പോ വില കൂടുമല്ലേ? മിക്കവാറും നാളെ ഒരു 2000 ഒക്കെ കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് കൂടിയായിരുന്നോ? എനിക്ക് കൂടിയായിരുന്നു. ഓ, 500 rupees? അല്ല, 5 രൂപ. 5 രൂപ പവനാണോ അതോ എങ്ങനെ, ഗ്രാമിനാണോ? കിലോയ്ക്കാ. അയ്യോ, കഷ്ടം തന്നെ കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര അവിടെ ഡിമാൻഡ് നില്ല, നിന്റെ ഇതാണല്ലോ. നിനക്ക് നാണല്ലോ. അവളോ നിങ്ങൾ തള്ളി മറിക്കുമ്പോ വായ 30 മുണ്ടായിരിക്കും. എന്തെങ്കിലും ചോദിക്കണം അങ്ങോട്ട്. അയ്യോ, ഡയമണ്ട് വാദർ നിന്നെ ഒരു കുറ്റവും പറയില്ല. എന്താണെന്നറിയോ, വല്ല മൂക്കൂത്തിയിലോ മോതിരത്തിലോ ഒക്കെ അവനെ വെച്ച് വിടണമെങ്കിൽ ഞാൻ വേണം, ഞാൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. മനസ്സിലായോ? പക്ഷെ ഞാൻ അങ്ങനല്ല, ഡെയിലി അങ്ങ് സെല്ലാവുന്നുണ്ട്. നിന്നെ സെല്ലാക്കാൻ നോക്കിയ പലരും ഇപ്പൊ സെല്ലിനകത്ത് കിടക്കുക. അത് എന്റെ കുഴപ്പമല്ല. പിന്നെ ഞാൻ വന്ന കാര്യം പറയാം. എനിക്കൊരു സഹായം വേണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ചേർന്ന് നിക്കണം. ഇത്രയും നീ വന്ന് ഗമയം പറഞ്ഞ് പട്ടിത്താറ്റും പരിഹാസം അടിച്ചിട്ട് ഇനി നിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പാടി അവിടെ പാടാ. ഞാൻ ചേർന്നു. ചേർന്നില്ലടാ അങ്ങോട്ട്. പാടാ, എനിക്കൊന്നും വയ്യ. ചേർന്നില്ലടാ അങ്ങോട്ട്. എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞില്ലേ? എടാ, എന്തെങ്കിലും കാരണം കാണും. ഒന്ന് ചേർന്നില്ല. ഒരു പെണ്ണല്ലേ പറഞ്ഞത്, ചേർന്നില്ലേ? ചേർക്കല്ലേ? ചേറ്. ഒരുപാട് ചേരല്ലേ, എന്റെ മാറ്റ് കുറയും. ഒറ്റ ഒരുത്തനാണ് നീ, ഒറ്റ ഒരുത്തൻ കാരണം. ഡേയ്, നിന്റെ അടുത്ത് ചേരാനേ പറയുള്ളൂ, കൊണ്ട് ഉരയ്ക്കാൻ പറഞ്ഞു. പറഞ്ഞേടാ, ഉരച്ച കലിപ്പാവുന്ന ടീമാണത്, അറിയാമോ? അതെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരുത്തൻ കുറെ നാൾ കൊണ്ട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുവാണ്, എന്നോടൊപ്പം ചേരണോന്ന് പറഞ്ഞു. അതാര്? ആ ചെമ്പ് കോപ്പറാ? ആ കോപ്പം തന്നെ. എനിക്കാണെങ്കിൽ അവനെ കണ്ണെടുത്താൽ കണ്ടൂടാ, ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് സിൽവർ എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ് പറ? അവൻ വരുമ്പോ നമ്മൾ തമ്മിൽ പ്രേമമാണെന്നങ്ങ് പറയണം. പ്രേമമോ? നിങ്ങൾ തമ്മിലോ? അമ്പടെ ചിന്തിച്ചാക്കടി. എനിക്ക് പ്രേമിക്കാനൊന്നും പറ്റൂല. അയ്യേ, പ്രേമിക്കാനല്ല പറഞ്ഞത്, അങ്ങനെ അഭിനയിക്കാനേ പറഞ്ഞുള്ളൂ. എടാ, ഇന്നെന്നൊക്കെ അറിയാലോ, ഇവിടെ മൊത്തത്തിലൊരു ഡയലോഗ് കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, ജീവിക്കാനേ അറിയാവുള്ളൂ. അതാണ് പ്രശ്നം. അതാണോ പ്രശ്നം? ജീവിക്കണമെങ്കിൽ ഇപ്പൊ മര്യാദക്ക് ഇവിടെ നിന്ന് അഭിനയിച്ചാലേ പറ്റുള്ളൂ. ജീവിക്കണം. ജീവിക്കല. അപ്പൊ വേറെ ഒന്നുമില്ല, അവൻ വരുമ്പോ നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് അങ്ങ് പറയണം. പറയൂല? സെറ്റല്ലേ? നീ ധൈര്യമായിട്ടിരി. GST വേറെ, പണിക്കൂലി വേറെ. അതെനിക്ക് മനസ്സിലായില്ല. എടാ, ഈ മനുഷ്യന്മാര് പറയല്ലോടാ, കാര്യം വേറെ കാപ്പികൂടി വേറെ. നമ്മളെ ട്രാക്കിലോട്ട് അടിച്ചതാ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ ഇങ്ങനെ നടക്കരുതെന്ന്. എനിക്ക് നിന്നെ കാണുമ്പോഴേ ചൊറിഞ്ഞു കയറുന്നു. അയ്യോ, ചൊറിയാനായിട്ടേ ഞാൻ ചേമ്പല്ല, ചെമ്പാണ്. നീ എന്ത് കോപ്പാണെങ്കിലും എനിക്ക് നിന്റെ കൂടെ ചേരണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ചേരും. ഞാൻ നിന്റെ കൂടെ ചേർന്നാലേ നീ സ്വർണ്ണമാകും. ഇല്ലെന്നുണ്ടെങ്കിൽ തങ്കക്കട്ടിയായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും. നമ്മൾ ഒരുമിച്ച് ചേർന്ന് വളയായിട്ടും മാലയായിട്ടും കമ്മലായിട്ടും ആൾക്കാരുടെ ദേഹത്ത് കിടന്നാലേ നിനക്ക് ഷൈൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഉമ്മ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ഓ, പണ്ട് ഡയലോഗ് പറഞ്ഞപ്പോഴേ വെള്ളി വീഴുന്നു. നീ എന്തോന്നടാ നീ ഇവിടെ കയറി ഇടപെടേണ്ട കാര്യം? നീ ആര്? എടാ, ഞാനും സ്വർണ്ണയും കൂടെ ഇഷ്ടത്തിലാണ്. നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. 1 വർഷം കഴിയുമ്പോൾ ഇവിടെ 2 പ്ലാറ്റിനം പിള്ളേർ കിടന്ന് ഓടൂടാ. നീ കാണൂടാ. വെള്ളമിട്ടില്ല, അത് നീ കഴുകി വെച്ച. ഇങ്ങോട്ട് മാറാം. നീ എന്റെ കൂടെ ചേരണം. എനിക്കൊന്നും കേക്കണ്ട. സിലു പറഞ്ഞത് ശരിയാണ്, ഞാൻ സിലുവും തമ്മിൽ പ്രേമത്തിലാണ്. പറ്റൂല. ഐ ലവ് യു. ഉമ്മ. നിനക്ക് എന്റെ കൂടെ ചേരാൻ നിനക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടടാ? കേട്ടാ, നിങ്ങളെല്ലാരും കേക്കണം. നോബി, നീ പ്രത്യേകിച്ച് കേക്കണം. എനിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന്. സേതേ, കേട്ടാ, എനിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന്. ഞാന് കലാകുടുംബത്തിലെ ആളാണ്. കലാകുടുംബത്തിലെ. അത് യാത് കലാകുടുംബം? അയ്യോ, യാത് കലാകുടുംബോന്ന്. ഇതേ കേട്ടാ, യാത് കലാകുടുംബോന്ന്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുന്ന് കേട്ടോ. അത് എന്റെ കലാകുടുംബത്തിൽ പെട്ടാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. അത് ചെമ്പൈയല്ലേ? അയ്യോ, അത് തമിഴിലാണ് ചെമ്പൈ. മലയാളത്തിൽ വരുമ്പോ ചെമ്പ. മനസ്സിലായോ? പാട്ടുണ്ട്, എന്തെല്ലാം പാട്ടുണ്ട്. ചെമ്പയ്ക്കു നാദം നിലച്ചപ്പോൾ തന്നെ, അതാണ് പാട്ട്. അതുപോലെ തന്നെ ചെമ്പക്കമ്മേ, ചെമ്പക്കമ്മേ. അതുപോലെ തന്നെ എന്റെ ഇൻട്രോ പാട്ട് കേട്ടായിരുന്ന
ചെമ്പകപ്പൂങ്ക നീ അത് വിട്, അത് നീ ചേത ചേച്ചി ഇംപ്രസ് ചെയ്യിക്കാനുള്ള പരിപാടി. അത് ചെമ്പകമാണ്, ചെമ്പല്ല. എന്റെ ഈ സ്വർണത്തിനാണ് സത്യം, അതല്ല ചെമ്പകത്തില് അതിനും ചെമ്പുണ്ടടാ, ചെമ്പുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്, പറഞ്ഞോടാ. അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്, പക്ഷേ ചെമ്പ് അഴുക്കെന്നുള്ള പാട്ടുണ്ട്. ഉണ്ട്, അങ്ങനെ പാട്ടുണ്ട്. അങ്ങനെ പാട്ടില്ല, കേട്ടിട്ടില്ലേ? ഇല്ല. ചെമ്പഴുക്ക ചെമ്പഴുക്ക അഴുക്ക ചെമ്പഴുക്ക, ഒന്നുകൂടെ പാട്, ഒന്നുകൂടെ പാട്. ചെമ്പഴുക്ക ചെമ്പഴുക്ക അഴുക്ക ചെമ്പഴുക്ക. ഇങ്ങനെ പറയണെങ്കിൽ ഇവൻ പറയും ചെമ്പഴന്തിയിലാണ് എന്റെ വീടെന്ന്. താങ്ക് യു. എന്റെ വീട് ചെമ്പഴന്തിയിലാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവന്റെ തലയിൽ ചെമ്പരത്തി പോയിക്കും. അതിനുണ്ട് ചെമ്പ്. അതെ, നീ ഇനി എന്തൊക്കെ ഇവിടെ കിടന്ന് പറഞ്ഞാലും ഞാൻ നീയായിട്ട് ചേരൂലെന്ന് പറഞ്ഞാൽ ചേരൂല. നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല. യോഗ്യത ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഐ ലവ് യു ഉമ്മ 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 ഉമ്മ. നിനക്കേ എനിക്ക് ഗോൾഡൻ വിസയുണ്ട്, നിനക്ക് ചെമ്പൻ വിസയുണ്ടാ? അതായിരിക്കും നീ മേപ്പോട്ട് നോക്കി ഇരുന്ന വരുമെന്ന് പറഞ്ഞു. വേറെ എനിക്ക് ഗോൾഡ് ഫിഷ് ഉണ്ട്, നിനക്ക് എന്ത് ഫിഷ് ഉണ്ട്? എനിക്കുണ്ടടി ചെമ്പല്ലി. ഗോൾഡൻ ഫിഷ് ആരെങ്കിലും തിന്നോ? ചെമ്പല്ലി ഉണ്ടല്ലോ, ആൾക്കാർ കൊടുത്ത വാ പടക്ക തിന്നോണ്ട് നടക്കും. ഇനി നീ ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കോപ്പറ ഇടിച്ച് നിന്റെ മെർക്കുറി ഞാൻ ഇളക്കും. കോപ്പയെ പോടാങ്ങോട്ട്. എന്തായാലും എനിക്ക് നിന്നെ വേണം വേണം വേണം. ഐ ലവ് യു ഉമ്മ 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 ഉമ്മ. എനിക്ക് നിന്റെ കൂടെ ചേരാൻ പറ്റൂല, പറ്റൂല, പറ്റൂല. പറ്റും 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 പറ്റും. ഇല്ല 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 ഇല്ല, ഞാൻ നിന്റെ കൂടെ ചേരൂല, 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 ചേരൂല. ചാരും ചാരും ചാരും. നിർത്ത്. കുറെ നേരമായി ചേരും ചേരൂല ചേരും ചേരൂല. എന്ത് നിന്റെ പ്രശ്നം? എനിക്ക് അവന്റെ കൂടെ ചേരണ്ട. നീ വിചാരിച്ചാ മതിയാ? നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേർക്കുന്നത് മനുഷ്യന്മാരാണ്. അങ്ങനെ പറഞ്ഞോളൂ. അവര് നമ്മളെ മാലയായിട്ടും കമ്മലായിട്ടും വളയായിട്ടും ചേർത്താൽ മാത്രമേ കാണാൻ അഴകുള്ളൂ. അതെ, അല്ലെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കേ ഉള്ളൂ. സത്യം. കേട്ടാ? മനസ്സിലായ? എന്നാലും സ്വർണത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. സ്വർണത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. ഡിമാൻഡ് കൂടുതൽ. നമുക്കൊരു കാര്യം അറിയാമോ? ഈ കേരളത്തിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ആണ് ഈ സ്വർണം. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും, പക്ഷെ അവളെ അങ്ങനെ സത്യം എന്തെന്ന് എവളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സാർ. പറ്റൂല, സമ്മതിക്കൂല സമ്മതിക്കൂല സമ്മതിക്കൂല. അതെന്റെ പൊന്നാണ്, എന്റെ കരളാണ്. അറിയാമോ? ആ തെളിയിച്ചു തരാം. എങ്ങനെ? ഇവള് സ്ത്രീധനത്തിന്റെ രൂപത്തിലാവുമ്പോഴേ എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതമാണെന്ന് അറിയാമോ ഇവിടെ തകർത്തിട്ടുള്ളത്? അത് സത്യം. അത് മാത്രമല്ല, ഇവളെ എയർപോർട്ട് വഴി കടത്താൻ നോക്കിയിട്ട് എത്ര വേന്ദ്രമ ജയിലിൽ കിടക്കുന്നത് തന്നെ. അതൊക്കെ പോട്ട് ഉള്ള സമ്പാദ്യം സ്വരൂപക്കുട്ടി ഒരു മാലയാക്കി ഇവളെ മേടിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോഴാ അത് പൊട്ടിച്ചോണ്ടോടാൻ വേറൊരു കൂട്ടം. അതിന്റെ കേസ് വേറെ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ ഈ ഗോൾഡ് ഡേഞ്ചർ ആണ്, ഡേഞ്ചർ ആണ്, ഡേഞ്ചർ ആണ്. ഹലോ ഹലോ ഹലോ, ഒന്ന് നിർത്തത്. എവിടെ കയറി പോണു രണ്ടുപേരും കൂടെ? മനുഷ്യന്മാര് അവരുടെ ആഡംബരം കാണിക്കാനും അവർക്ക് എന്നോടുള്ള ഭ്രമം കാരണവും എന്നെ വാങ്ങിച്ചു കൂട്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ രണ്ടും കൂടെ എന്റെ തലയിൽ കയറിയിട്ടുണ്ടോ കാര്യം? ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? നമ്മൾ പരസ്പരം അങ്ങോട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരെ കഴുത്തിലും കാതിലും കയറേണ്ട ആൾക്കാരാണ്. അത് ശരി തന്നെ. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കണം. കൈവിട്, അല്ല ഞാൻ കൈവിട്, കൈവിട്, പരസ്പരം കൈവിട്. വാ ഇങ്ങോട്ട്. കൈവിട് അങ്ങോട്ട്. അവിടെ അതിന്റെ ഇടയ്ക്ക് ഞാൻ നിന്നോട്ടാ. കണ്ടല്ലേ? ഒട്ടി നിക്കണേ. പോരെ? സന്തോഷമായില്ലേ? അപ്പൊ ഇത് നമുക്ക് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം. ആഘോഷിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഗോൾഡൻ മൊമെന്റ്. കോമഡി